ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്രദമായ കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ റിമോട്ടൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബാറ്ററി മാറ്റിയിട്ട് നോക്കും. ബാറ്ററി മാറ്റിയിട്ടിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ റിമോട്ടിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെന്നാണ് സാധാരണ കരുതുക അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ റിമോട്ട് സെറ്റാണോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ തീർച്ചയായും ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലൈറ്റാണ് അല്ലേ? അപ്പോൾ സാധാരണ നമ്മളിത് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് മിന്നുന്നത് വളരെ അപൂർവമായിട്ടേ കാണുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു സൂത്രം എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു റിമോട്ട് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഫോണിൻ്റെ ക്യാമറ അടുത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ക്യാമറ വെക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ലൈറ്റ് മിന്നുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിപ്പോൾ റിമോട്ടിന് കേടില്ല എന്ന് മനസ്സിലാക്കാം. അതേ സ്ഥാനത്ത് റിമോട്ടിന് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഈ ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ലൈറ്റ് മിന്നില്ല. ഇത് സാധാരണ വെളിച്ചത്ത് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്യാമറയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു കീ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ എഴുത്തൊക്കെ പെട്ടെന്ന് മങ്ങാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ കൈകളിലൊക്കെ മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും തൊട്ട് ഈ എഴുത്തൊക്കെ മങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് നെയിൽ പോളിഷ്, അത് നമ്മുടെ സാധാരണ വൈറ്റ് കളർ, നമ്മുടെ ഒരു സ്കിൻ കളർ പോലെയുള്ള ഒരു നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ ആ നഖത്തിൻ്റെ ഒക്കെ സെയിം കളറുള്ള നെയിൽ പോളിഷ് വാങ്ങാറുണ്ടല്ലോ, അത് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കളറ് എന്നും ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു ടിപ്പ് പറയാം. സാധാരണ നമ്മൾ നൂലൊക്കെ കോർക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കില്ലേ? പ്രത്യേകിച്ച് ഈ ഒരു സൂചിയുടെ ഈ ഒരു ദ്വാരത്തിനുള്ളിലേക്ക് ഇതിപ്പോൾ കുറച്ച് ദ്വാരമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കയറ്റിയെടുക്കാൻ കുറച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ വളരെ ദ്വാരം കുറഞ്ഞിട്ടുള്ള സൂചിയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഇതുപോലെ നൂലെടുത്തതിന് ശേഷം നമ്മുടെ ഒരു പേസ്റ്റ്, ഏതെങ്കിലും ഒരു പേസ്റ്റ് മതി. ഒരു പേസ്റ്റ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പേസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഒരല്പം പേസ്റ്റ് ഞാൻ കയ്യിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കയ്യിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാണ്. അതിനുശേഷം നൂലിൻ്റെ ഈ ഒരു തുമ്പുണ്ടല്ലോ, ഈ ഒരു തുമ്പ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം ഇതൊന്ന് ഉണക്കാൻ കൊടുത്ത് വെക്കുക. പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും. ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആവുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ ഷാർപ്പായി നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സൂചിയിലേക്ക് നൂല് കയറ്റാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക. പ്രായമായവർ, അതുപോലെ തന്നെ കുട്ടികളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് സൂചി കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കയറ്റിയെടുക്കാൻ പറ്റും. ആ ഒരു ഭാഗം ഹാർഡായി വരുന്നതുകൊണ്ട് തന്നെ കേട്ടോ. അത് കണ്ടോ, ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക.